നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. സമുദ്രനിരപ്പിൽ നിന്ന് 2200 മീറ്ററോളം ഉയരത്തിലുള്ള ചരിത്ര പ്രസിദ്ധമായ ആസ്റ്റക്ക സ്റ്റേഡിയം ഇന്ന് രാത്രി ആരാധകരുടെ ആവേശത്തിൽ ഒന്നുകൂടി തലയുയർത്തി നിൽക്കും. ആരവങ്ങൾക്ക് നടുവിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക മത്സരത്തിന് കിക്ക് ഓഫ് ആകും. ഇതോടെ 23ാമത് ഫുട്ബോൾ ലോകകപ്പിന് സമാരംഭം. 3 രാജ്യങ്ങളിലെ 16 വേദികൾ, 48 ടീമുകൾ, 104 മത്സരങ്ങൾ, 1000-ലേറെ കളിക്കാർ, അനേക കോടി കാണികൾ. വിജയത്തിന്റെ മാഹാത്മ്യവും പരാജയത്തിന്റെ വേദനയും എല്ലാം ലോകമിനി ഒരേ മനസ്സോടെ സ്വീകരിക്കും. ലോകകപ്പിലെ ഏറ്റവും വിപുലമായ ടൂർണമെന്റാണ് ഇക്കുറി USA, മെക്സിക്കോ, കാനഡ എന്നീ 3 രാജ്യങ്ങളിലായി നടക്കുന്നത്. ഇതോടെ 3 വ്യത്യസ്ത ലോകകപ്പുകൾക്ക് വേദിയായ ഒരേയൊരു സ്റ്റേഡിയം എന്ന വിശേഷണം മെക്സിക്കോ സിറ്റിയിലെ ആസ്റ്റക്ക സ്റ്റേഡിയം എടുത്തണിയും. 1970, 1986 ലോകകപ്പുകളിലും ഇവിടെ മത്സരമുണ്ടായിരുന്നു. ജൂലൈ 19 രാത്രി 12:30 US-ലെ ന്യൂജേഴ്സിയിലാണ് ഫൈനൽ. ലോകകപ്പ് കളിക്കുന്ന ഖത്തർ ടീമിൽ കണ്ണൂർ സ്വദേശിയായ തഹ്സിൻ മുഹമ്മദ് ജംഷീദ് ഇടം നേടിയതിനാൽ ഈ ലോകകപ്പിൽ നമ്മൾ മലയാളികൾക്കും പ്രതീക്ഷിക്കാൻ ചിലതൊക്കെയുണ്ട്. 2010 ലോകകപ്പിൽ ഇരു ടീമുകളിലും ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ മത്സരം 1-1 സമനിലയിലായിരുന്നു. 3ാം തവണ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന മെക്സിക്കോ ജയത്തുടക്കമാണ് സ്വന്തം മണ്ണിൽ ലക്ഷ്യമിടുന്നത്. 1994 മുതൽ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ടീം തോൽവി അറിഞ്ഞിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ലോകകപ്പിലേക്ക് തിരിച്ചെത്തുന്നത്. ബെൽജിയൻ പരിശീലകൻ ഹ്യൂഗോ ബ്രൂസ് ആണ് ടീമിനെ പരിശീലിപ്പിക്കുന്നത്. അങ്ങനെ ലോക ഫുട്ബോൾ ആരാധകർക്ക് ആവേശം കൂട്ടാൻ ഫുട്ബോൾ മാമാങ്കം ഇന്ന് അർദ്ധരാത്രി മുതൽ.